ഇത് ഹൃദയം നുറുങ്ങുന്ന ഒരു സംഭവമാണ്. മനസ്സിനെ ഒത്തിരി മുറിപ്പെടുത്തുന്ന ഒരു സംഭവം. ഇത് നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂർ കൈപ്പിള്ളി എന്ന സ്ഥലത്താണ്. അച്ഛൻ തോമസിൻ്റെയും ഭാര്യ റോസിലിയുടെയും മകനാണ് ജെയ്സൺ. അവൻ്റെ ഭാര്യ റിൻസി. തോമസിന് ഒരു മകൾ കൂടിയുണ്ട്, ജോയ്സി. അവളും വിവാഹിതയാണ്. തോമസ് അരിമ്പൂരുള്ള തീപ്പെട്ടി കമ്പനിയിലെ ജോലിക്കാരനാണ്. തോമസിന് പ്രായമായി. ജോലിക്ക് പോവാൻ വയ്യാതായി. വരുമാനം നിലച്ചു. മകൻ്റെയും മരുമകളുടെയും ചെലവിൽ കഴിയേണ്ട അവസ്ഥയായി. മക്കളെ വളർത്തിയും വിവാഹം കഴിപ്പിച്ചു കൊടുത്തും കാര്യമായ സമ്പാദ്യം ഒന്നും തന്നെയില്ല. മകന് അച്ഛനിപ്പോൾ ഒരു ഭാരമാണ്. അവർ ചെയ്യുന്നതെല്ലാം കുറ്റം. മരുമകളും മകനും കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിക്കുന്നതിന് പുറമെ ദേഹോപദ്രവവും തുടങ്ങി. സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. മകൻ്റെയും മകളുടെയും ഉപദ്രവം സഹിക്കാൻ പറ്റാതെ അവർ അന്തിക്കാട് പോലീസിൽ ഒരു പരാതി നൽകി. നാട്ടുകാരുടെ സഹായത്തോടെ മണലൂരിലും കാരമുക്കിലുമുള്ള അനാഥ മന്ദിരത്തിലേക്ക് അവരെ താമസം മാറ്റി. അച്ഛൻ എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. അച്ഛൻ പകുത്തു നൽകുന്നത് ജീവൻ മാത്രമല്ല, മക്കൾ പറന്നുയരുന്നതുവരെ ആ അച്ഛൻ്റെ തണൽ കൂടെയാണ്. അച്ഛൻ്റെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം കഴിച്ച് വലുതായ മകന് ഇപ്പോൾ ആ അച്ഛനെ വേണ്ട. ഈ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം വീട്ടിൽ നിന്നും അവസാനമായി ഒരു യാത്ര. സ്വന്തം ഇടവക പള്ളിയിൽ അടക്കണം. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. സ്വന്തം അച്ഛനും അമ്മയും അനാഥാലയത്തിലേക്ക് പോയപ്പോൾ ആശ്വസിച്ച മകൻ അവരെ കൊണ്ടാക്കിയത് വെവ്വേറെ അനാഥാലയത്തിലേക്കാണ്. ഒരാൾ മണലൂരുള്ള സെയിൻറ്റ് ജോസ് കെയർ ഹോമിലും അമ്മ കാരമുക്ക് കൃപാസദനത്തിലും ആയിരുന്നു. അച്ഛനും അമ്മയും ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു കാണും, ഇങ്ങനെ ഒരു മകനെ ആർക്കും കൊടുക്കരുതേ എന്ന്. 2 പേർക്കും എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥ. 2 ദിവസമായി തോമസിന് നല്ല പനി. മരുന്നുകളൊന്നും ശരീരത്തിന് പിടിക്കുന്നില്ല. മനസ്സും ശരീരവും എന്നേ മരിച്ചതാണ്. വേദനയുടെ ഭാരത്തിൽ ആ അച്ഛൻ നിശബ്ദനായി തളർന്നു കിടന്നു. ഒടുവിൽ ആ കിടക്കയിൽ ആ ജീവിതം അവസാനിച്ചു. അനാഥാലയത്തിലുള്ളവർ മകനെ ഉടനെ തന്നെ വിവരം അറിയിച്ചു. മകൻ ആ വിവരം കേട്ട് അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും നിൽക്കാതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വീടും പൂട്ടി എങ്ങോട്ടോ പോയി കളഞ്ഞു. അനാഥമായ ആ ജീവൻ മരിച്ച ശേഷവും സ്വീകരിക്കപ്പെടാതെ അവസാനിക്കുന്നു. അമ്മ റോസിലിയെ കൊണ്ട് നാട്ടുകാർ മൃതശരീരം വീട്ടുമുറ്റത്ത് എത്തിച്ചു. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയമായി അമ്മ പറഞ്ഞു, മരിച്ചിട്ട് പോലും ഞങ്ങൾക്കായി തുറക്കാത്ത ആ വീട്ടിലേക്ക് ഇനി കയറ്റണ്ട. കണ്ണീരോടെ അല്പസമയം ആ മൃതശരീരത്തിനടുത്ത് റോസിലി നിശബ്ദമായി വീടിന് പുറത്ത് 6 മണിക്കൂർ ഇരുന്നു. മകൻ പക്ഷേ വന്നില്ല. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ എറവ് സെന്റ് തെരാസ് പള്ളിയിൽ തോമസിൻ്റെ മൃതദേഹം ആചാരപ്രകാരം സംസ്കരിച്ചു. പ്രായമായ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ജീവിതകാലം മുഴുവൻ മകനെ സ്നേഹിച്ച് ജീവിച്ച ഒരച്ഛൻ ജീവിതാന്ത്യത്തിൽ തീർത്തും അനാഥമായൊരു മരണം. ഹൃദയസ്പർശിയായ മറ്റൊരു സംഭവ കഥയുമായി നമുക്ക് വീണ്ടും കാണാം.